എല്ലാവർക്കും സ്വാഗതം. 8th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയുടെ 6th ചാപ്റ്ററായ വാട്ടർ ജലം എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡും പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഫസ്റ്റ് 2 പാർട്ടിലായിട്ട് യൂസസ് ഓഫ് വാട്ടർ എന്താണെന്നും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ എന്താണെന്നും ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, ഇവാപ്പറേഷൻ, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ, ഫ്രീസിംഗ് ഓഫ് വാട്ടർ, സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ, കമ്പണൻസ് ഓഫ് വാട്ടർ, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചായിരുന്നു. നോക്കാം നമുക്ക് ഇനി പഠിക്കാനുള്ള എന്താണെന്ന്. വാട്ടർ ദ യൂണിവേഴ്സൽ സോൾവെന്റ്, ജലം സാർവിക ലായകം. Okay, dissolve the following substance in water taken in different glass tumblers. താഴെ പറയുന്ന വസ്തുക്കൾ വ്യത്യസ്ത ഗ്ലാസ് ടംബ്ലറിലെ ജലത്തിൽ ലയിപ്പിക്കുക. എന്തൊക്കെയാണ്? ടേബിൾ സാൾട്ട്, ഷുഗർ, വിനെഗർ, കറിയുപ്പ്, പഞ്ചസാര, വിനാഗിരി. ഇവ 3 ഗ്ലാസ് ടംബ്ലറിലെ ജലം എടുത്തിട്ട് അതിൽ ലയിപ്പിക്കുക. Stir each solution well using സെപ്പറേറ്റ് സ്പൂൺസ്. 3 ലായനികളും വെവ്വേറെ സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി ചേർക്കുക. ടേക്ക് സ്മാൾ എമൗണ്ട്സ് ഓഫ് ഈച്ച് സൊല്യൂഷൻ ആൻഡ് ടേസ്റ്റ് ഇറ്റ്. ഓരോ ലായനിയിൽ നിന്നും അല്പമെടുത്ത് രുചിച്ചു നോക്കൂ. എന്താണ് പ്രത്യേകത? വാട്ട് ഡിഫറൻസസ് ഡു യു ഒബ്സർവ്? എന്ത് പ്രത്യേകത കാണും? ഇപ്പൊ കറിയുപ്പ് കലക്കുന്ന ആ ഗ്ലാസ് ടംബ്ലറിൽ അതിൽ നിന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ കറിയുപ്പിന്റെ ടേസ്റ്റ് ആയിരിക്കും, പഞ്ചസാരയുടെ ടേസ്റ്റ് ആയിരിക്കും, വിനാഗിരിക്ക് വിനാഗിരിയുടെ ടേസ്റ്റ് ആയിരിക്കും, അല്ലേ? വെൻ സബ്സ്റ്റൻസസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ദേ അക്വയർ ദ പ്രോപ്പർട്ടി ഓഫ് ദ സബ്സ്റ്റൻസ് ഡിസോൾവ്ഡ്. ജലത്തിൽ ഓരോ പദാർത്ഥം ലയിക്കുമ്പോഴും ജലത്തിൽ അതിൽ ലയിച്ച പദാർത്ഥത്തിന്റെ സ്വഭാവമാണല്ലോ കൈവന്നത് തന്നല്ലോ. ഓരോന്നിനും ആ ഓരോ ഗ്ലാസ്സിലും അതിൽ ലയിച്ച പദാർത്ഥത്തിന്റെ സ്വഭാവമായിരിക്കും ഉണ്ടാവുക. അപ്ലൈയിങ് ദ നോളജ് അക്വയർഡ് ഫ്രം പ്രീവിയസ് ക്ലാസ്സസ്, ലെറ്റ്സ് കണ്ടക്ട് ആൻ എക്സ്പെരിമെന്റ്. മുൻ ക്ലാസ്സുകളിൽ നിന്ന് നേടിയ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു പരീക്ഷണം ചെയ്യാം. എന്താണെന്ന് നോക്ക്. ടേക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഓർ റെയിൻ വാട്ടർ ഇൻ 3 ടെസ്റ്റ് ട്യൂബ്. 3 ടെസ്റ്റ് ട്യൂബുകളിൽ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ മഴവെള്ളം എടുക്കുക. Add 2 drops of hydrochloric acid solution to one test tube and 2 drops of sodium hydroxide solution to another one. അപ്പോൾ മഴവെള്ളം അതിൽ pH പേപ്പർ, നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾ എന്നിവ താഴ്ത്തി നിരീക്ഷിക്കുക. ഇവയിലൊന്നിൽ 1 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡും മറ്റൊന്നിൽ 1 തുള്ളി സോഡിയം ഹൈഡ്രോക്ലോറിക് ആസിഡ് ലായനിയും ചേർത്ത് പരീക്ഷണം ആവർത്തിക്കുക. Dip small pieces of pH paper, blue litmus paper and red litmus paper in all the 3 and observe what happened to the nature of water. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ജലത്തിന്റെ സ്വഭാവത്തിന് എന്ത് മാറ്റമാണ് എന്ന് നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 ടെസ്റ്റ് ട്യൂബുകളിലായിട്ട് എന്തൊക്കെ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഒന്നുകിൽ റെയിൻ വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഈ 3ലും pH പേപ്പറും നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾ എന്നിവ താഴ്ത്തി വയ്ക്കാൻ. ഇവയിൽ എന്നിട്ട് ഒന്നിൽ 2 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡും മറ്റൊന്നിൽ 2 തുള്ളി സോഡിയം ഹൈഡ്രോക്ലോറിക് ആസിഡും ലായനിയും ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ജലത്തിന്റെ സ്വഭാവത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ ഒന്നില് ഓർഡിനറി വാട്ടർ എന്തുമായിട്ടാണ്? ഓർഡിനറി വാട്ടറിൽ വരുമ്പോഴത്തേക്ക് pH വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്തായി മാറും? ഓർഡിനറി വാട്ടറിൽ ബ്ലൂ തന്നെ ആയിരിക്കും, റെഡ് ലിറ്റ്മസ് റെഡ് തന്നെ ആയിരിക്കും. എന്നാൽ വാട്ടർ മിക്സഡ് വിത്ത് ആസിഡ് മിക്സ് ചെയ്ത് വന്നതിൽ എന്താണ് സംഭവിക്കുന്നത്? ലെസ് ദാൻ 7. pH വാല്യൂ എന്ന് പറയുന്നത് 7നേക്കാളും കുറവായിരിക്കും. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡായി മാറും, റെഡ് ലിറ്റ്മസ് പേപ്പർ റെഡായി തന്നെ മാറും. ആൽക്കലി മിക്സ് ചെയ്താലോ ഗ്രേറ്റർ ദാൻ 7. 7നേക്കാളും കൂടുതലായിരിക്കും pH വാല്യൂ. പിന്നെന്താണ്? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ബ്ലൂ തന്നെ ആയിരിക്കും, റെഡ് ലിറ്റ്മസ് പേപ്പറും ബ്ലൂ തന്നെ ആയിരിക്കും. ഒന്ന് ആൽക്കലി ആയിരിക്കും, ഒന്ന് ആസിഡ് ആയിരിക്കും, ഒന്ന് സാധാരണ നോർമൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ?
ഇന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? പ്യൂർ വാട്ടർ ഹാസ് നെയ്തർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് നോർ ദോസ് ഓഫ് ആൽക്കലി, ഹെൻസ് ഇറ്റ് ഈസ് കാൾഡ് ന്യൂട്രൽ സോൾവെന്റ്. ശുദ്ധജലത്തിന് ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്തതിനാൽ ജലത്തെ നിർവീര്യലായകം അഥവാ ന്യൂട്രൽ സോൾവെന്റ് എന്ന് പറയുന്നു. അതാണ് നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തത്. ഇതൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ആസിഡിനെ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നതിൽ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പ്യുവർ വാട്ടറിന്റെ പ്രത്യേകത എന്തോന്നാണ്? പ്യുവർ വാട്ടർ ഹാസ് നെയ്തർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് നോർ ആൽക്കലി. അതുകൊണ്ട് എന്തോ പറയുന്നു? പ്യുവർ വാട്ടറിനെ ന്യൂട്രൽ സോൾവെന്റ് എന്ന് പറയുന്നു, നിർവീര്യ ലായകം എന്ന് പറയുന്നു. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? നോക്കാം, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സോഫ്റ്റ് വാട്ടർ ആൻഡ് ഹാർഡ് വാട്ടർ, മൃദുജലവും കഠിനജലവും. റെയിൻ വാട്ടർ ഗെറ്റ്സ് ഫിൽറ്റേർഡ് ആൻഡ് ഫ്ലോസ് ത്രൂ ദ സോയിൽ ടു റീച്ച് വെൽ, റിവേഴ്സ് ആൻഡ് സീ. മഴവെള്ളം മണ്ണിലൂടെ അരിച്ചിറങ്ങിയും ഒഴുകിയുമാണ് കിണറുകളിലും നദികളിലും സമുദ്രങ്ങളിലൊക്കെ എത്തുന്നത്. ഡ്യൂറിംഗ് ദിസ് പ്രോസസ് മെനി സബ്സ്റ്റൻസസ് പ്രസന്റ് ഇൻ ദ സോയിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ എന്തോ സംഭവിക്കും? മണ്ണിലെ പല പദാർത്ഥങ്ങളും ഇതിൽ ലയിച്ചു ചേരും, അല്ലേ? It has been found that mostly the salt of calcium and magnesium get dissolved in water. കാൽസ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ലവണങ്ങളാണ് ജലത്തിൽ കൂടുതലായി ലയിച്ചു ചേരുന്നത്. ഒരു എക്സ്പെരിമെന്റ് ആണ്. ടേക്ക് 3 ടെസ്റ്റ് ട്യൂബ്സ് കണ്ടെയ്നിങ് വാട്ടർ ഇൻ വിച്ച് ദ ബൈകാർബണേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ് ഓഫ് കാൽസ്യം ഓർ മെഗ്നീഷ്യം ഈസ് ഡിസോൾവ്ഡ്. 3 ടെസ്റ്റ് ട്യൂബുകളിൽ കാൽസ്യത്തിന്റെയോ മെഗ്നീഷ്യത്തിന്റെയോ ബൈകാർബണേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ് എന്നീ ലവണങ്ങൾ ലയിപ്പിച്ച ജലം എടുക്കുക. ടേക്ക് പ്യുവർ വാട്ടർ, റെയിൻ വാട്ടർ ഓർ ഡിസ്റ്റിൽഡ് വാട്ടർ ഇൻ അനദർ ടെസ്റ്റ് ട്യൂബ്. മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ എന്തോന്നാണ്? ശുദ്ധമായ ജലം അല്ലെങ്കിൽ മഴവെള്ളം അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കുക. പുട്ട് സ്മാൾ സോപ്പ് പീസസ് ഓഫ് ഈക്വൽ സൈസ് ഇൻ ആൾ ദ ടെസ്റ്റ് ട്യൂബ്സ്, ഷേക്ക് ദ ടെസ്റ്റ് ട്യൂബ് വെൽ. എന്നിട്ട് എന്തോ ചെയ്യണം? എല്ലാ ടെസ്റ്റ് ട്യൂബുകളിലും തുല്യ വലിപ്പമുള്ള സോപ്പ് കഷ്ണങ്ങൾ ചേർക്കുക. എന്നിട്ട് ടെസ്റ്റ് ട്യൂബ് നന്നായി കുലുക്കുക. ഇൻ വിച്ച് ഓഫ് ദീസ് ടെസ്റ്റ് ട്യൂബ് ഡു യു സീ മോർ ലാദർ? ഏതിലാണ് സോപ്പ് ലയിച്ചു ചേർന്ന് കൂടുതൽ പതയുണ്ടാകുന്നത്? വൈ ഡസ് സോപ്പ് നോട്ട് ലാദർ ഈസിലി ഇൻ അതർ സൊല്യൂഷൻ? മറ്റു ലായനികളിൽ സോപ്പ് നന്നായി പതയാത്തതിന് കാരണമെന്ത്? എന്താണ് കാരണം? Test tube containing pure water give more lather. Other solutions do not give good lather due to the presence of dissolved salt. അതായത് ഏതിലാണ്? ശുദ്ധജലത്തിലായിരിക്കും കൂടുതൽ പതയുണ്ടാകുന്നത്. ഏതിലായിരിക്കും? ശുദ്ധജലത്തിലായിരിക്കും. ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് വാട്ടർ പ്യുവർ വാട്ടറിലായിരിക്കും കൂടുതലായിട്ട് പത ഉണ്ടാകുന്നത്, ശുദ്ധജലത്തിലായിരിക്കും. എന്താണ് കാരണം? മറ്റു ലായനികളിൽ സോപ്പ് നന്നായി പതയാത്തതിന്റെ കാരണം എന്താണ്? മറ്റു ലായനികളിൽ ലവണങ്ങൾ ലയിച്ചു ചേർന്നിരിക്കുന്നത് കൊണ്ടാണ്, അല്ലെ? അതർ സൊല്യൂഷൻസ് ഡു നോട്ട് ഗീവ് ഗുഡ് ലാദർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡിസോൾവ്ഡ് സാൾട്ട്. ലവണങ്ങൾ മറ്റുള്ള ലായനികളിൽ ലവണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിൽ സോപ്പ് പതയാത്തത്. ശുദ്ധജലത്തിലാണ് സോപ്പ് നല്ലോണം പതയുന്നത്. ഓക്കെ, ദ വാട്ടർ ഇൻ വിച്ച് സോപ്പ് ഡസ് നോട്ട് ലാദർ ഈസിലി ഈസ് കാൾഡ് ഹാർഡ് വാട്ടർ. സോപ്പ് നന്നായി പതയാത്ത ജലത്തെ കഠിനജലം എന്ന് പറയുന്നു. ഹിയർ ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡിസോൾവ്ഡ് സാൾട്ട് ഓഫ് കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം. ഇവിടെ ജലത്തിന്റെ കാഠിന്യത്തിന് കാരണം എന്താണ്? അതിൽ ലയിച്ചു ചേർന്ന കാൽസ്യവും മെഗ്നീഷ്യവും ലവണങ്ങളാണ്. വാട്ടർ ഇൻ വിച്ച് സോപ്പ് ഗീവ്സ് ലാദർ റെഡ്ലി ഈസ് കാൾഡ് സോഫ്റ്റ് വാട്ടർ. സോപ്പ് നന്നായി പതയുന്ന ജലത്തെ മൃദുജലം എന്ന് വിളിക്കുന്നു. അപ്പൊ സോപ്പ് നന്നായി പതയാത്തവയെ എന്തോന്ന് പറയുന്നു? കഠിനജലം എന്ന് പറയുന്നു. ഹാർഡ് വാട്ടർ എന്ന് പറയുന്നു. സോപ്പ് നന്നായി പതയുന്ന ജലത്തെ എന്തോന്ന് പറയുന്നു? മൃദുജലം അഥവാ സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നു. ദ വാട്ടർ ഇൻ വിച്ച് സോപ്പ് ഡസ് നോട്ട് ലാദർ ഈസിലി ഈസ് കാൾഡ് ഹാർഡ് വാട്ടർ. ദ വാട്ടർ ഇൻ വിച്ച് സോപ്പ് ഗീവ്സ് ലാദർ ഈസിലി ഈസ് കാൾഡ് സോഫ്റ്റ് വാട്ടർ. ഓക്കെ, നമുക്ക് അടുത്ത
Repeat the experiment by adding soap after boiling the above three solution. സോപ്പ് നന്നായി തിളപ്പിച്ച ശേഷം പരീക്ഷണം ആവർത്തിക്കുക. റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നന്നായി പതയാത്ത അതിനെ ചൂടാക്കുക, ആ ലായനികളെ ചൂടാക്കുക. എന്ത് സംഭവിക്കുന്നു? ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ കണ്ടെയ്നിങ് കാൽസ്യം ഓർ മാഗ്നീഷ്യം ബൈകാർബണേറ്റ് ഈസ് റിമൂവ്ഡ് ഡ്യൂറിംഗ് ബോയിലിംഗ്. ദിസ് ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് നോൺ ആസ് ദ ടെമ്പററി ഹാർഡ്നെസ്. ബൈകാർബണേറ്റ് കലർന്ന ജലത്തിന്റെ കാഠിന്യം തിളപ്പിച്ചപ്പോൾ മാറി. ഇത്തരം കാഠിന്യം ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം എന്നാണ് വിളിക്കുന്നത്. ടെമ്പററി ഹാർഡ്നെസ് എന്ന്. അതായത് ചൂടാക്കിയപ്പോൾ തിളപ്പിച്ചപ്പോഴത്തേക്ക് അതിന്റെ കാഠിന്യം മാറി. അങ്ങനെയുള്ളവയെ എന്തെന്ന് പറയുന്നു? താൽക്കാലിക കാഠിന്യം എന്ന് പറയുന്നു. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നു. തിളപ്പിച്ച നീക്കം ചെയ്യാൻ കഴിയുന്ന കാഠിന്യമാണ് ഇത്. This type of hardness water is known as temporary hardness. The hardness of water containing the chloride and sulfate of calcium and magnesium is not removed even after boiling. This is permanent hardness എന്ന് പറയുന്നത്. എന്താണ്? ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം അതിൽ ലയിച്ചു ചേർന്ന കാൽസ്യം, മെഗ്നീഷ്യം ബൈകാർബണേറ്റുകളും കാൽസ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകൾ ലയിച്ച ജലത്തിന്റെ കാഠിന്യം തിളപ്പിച്ചപ്പോഴും മാറിയില്ല. ഇതിന് എന്തോന്ന് പറയുന്നത്? സ്ഥിര കാഠിന്യം എന്ന് പറയും. അപ്പോൾ ഈ കാഠിന്യം ഹാർഡ്നെസ് തിളപ്പിച്ചാൽ മാറാത്തവയെ എന്തോന്ന് പറയും? പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നു. തിളപ്പിച്ചപ്പോഴത്തേക്ക് മാറിയ ഹാർഡ്നെസ്സിനെ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നു. ഇതില് കാൽസ്യം, മെഗ്നീഷ്യം ബൈകാർബണേറ്റ്, കാൽസ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡ്, സൾഫേറ്റും ഒക്കെ ലയിച്ച ജലത്തെ നമ്മൾ ചൂടാക്കി തിളപ്പിച്ചിട്ടും അതിന്റെ കാഠിന്യം മാറിയില്ല. അങ്ങനെയുള്ളവ എന്തോന്ന് പറയുന്നു? പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഇങ്ങനെ ഈ പെർമനന്റ് ഹാർഡ്നെസ് ആയിട്ടുള്ളവയെ കെമിക്കൽസുകൾ ഉപയോഗിച്ച് മാത്രമേ ഇതിന്റെ കാഠിന്യം നീക്കം ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഓക്കെ. Permanent hardness of water can be removed only by using certain chemicals. The temporary hardness of water is removed during boiling of water. This is due to the decomposition of bicarbonates during heating. But permanent hardness cannot be removed like this. അപ്പോൾ ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം ജലം തിളപ്പിക്കുമ്പോൾ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. ചൂടാക്കുമ്പോൾ ബൈകാർബണേറ്റുകൾ വിഘടിക്കുന്നതാണ് ഇതിന് കാരണം. എന്തുകൊണ്ടാണ് അങ്ങനെ ജലത്തിന്റെ ഈ കാഠിന്യം തിളപ്പിക്കുമ്പോഴത്തേക്ക് മാറ്റാൻ നമുക്ക് കഴിയുന്നത്? എന്തുകൊണ്ടാണ്? ചൂടാക്കുമ്പോൾ അതിന്റെ ബൈകാർബണേറ്റുകൾ വിഘടിക്കുന്നു. ഡീകമ്പോസിഷൻ ഓഫ് ബൈകാർബണേറ്റ് ഡ്യൂറിങ് ഹീറ്റിംഗ്. ബട്ട് പെർമനന്റ് ഹാർഡ്നെസ് കനോട്ട് ബി റിമൂവ്ഡ് ലൈക്ക് ദിസ്. പക്ഷേ പെർമനന്റ് ഹാർഡ്നെസ് ഈ രീതിയിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ, അതിന്റെ കാഠിന്യം മാറ്റാൻ കഴിയുകയില്ല. We can identify hard water by analyzing samples of water collected from different sources. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ജലസാമ്പിളുകൾ ശേഖരിച്ച് കഠിന ജലം ഏതെന്ന് പരീക്ഷിച്ചറിയാൻ കഴിയുമല്ലോ. അപ്പം ഓരോ സാമ്പിൾസ് ശേഖരിച്ച് ഓരോ നിന്നും ഉണ്ടാകുന്ന ആ വാട്ടറിന് വ്യത്യാസം ഉണ്ടാകും. കാഠിന്യം കൂടിയത്, കുറഞ്ഞത്, അങ്ങനെയൊക്കെ ഉണ്ടാകും. ഓക്കെ. വി ക്യാൻ identify hard water of analyzing samples of water collected from different sources. If clothes are washed using tap water, well water, boiled water or river water, will it give the same result? പൈപ്പ് വെള്ളം, കിണർ വെള്ളം, തിളപ്പിച്ച വെള്ളം, പുഴയിലെ വെള്ളം തുടങ്ങിയവ ഉപയോഗിച്ച് വസ്ത്രം അലക്കിയാൽ ഒരേ അനുഭവമായിരിക്കുമോ ഉണ്ടാവുക? ആയിരിക്കോ? അല്ല. ഹാർഡ് വാട്ടർ ഡസ് നോട്ട് ഗീവ് ഗുഡ് ലാതർ വിത്ത് സോപ്പ്. ഇറ്റ് മേക്സ് വാഷിംഗ് മോർ ഡിഫിക്കൽട്ട്. അപ്പോൾ കഠിന ജലത്തിൽ സോപ്പിനെ നന്നായി പതപ്പിക്കാൻ കഴിയുകയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൽ അഴുക്ക് പോകുമോ? ഇല്ല. ശുദ്ധജലത്തിൽ മാത്രമേ സോപ്പ് നന്നായിട്ട് പതയുകയുള്ളൂ. ഹാർഡ്നെസ് ഓഫ് വാട്ടർ, ജലകാഠിന്യം, ഹെവി ജലകാഠിന്യം എന്ന് പറഞ്ഞാൽ ഹാർഡ് വാട്ടർ ഈസ് ഫോംഡ് ഡ്യൂ ടു ദ ഡിസൊല്യൂഷൻ. Hard water is formed due to the dissolution of the salt of calcium and magnesium present in soil and rocks as rainwater seeps through the soil.
Hard water does not give easy lather with the soap because the salt of calcium and magnesium react with the soap to form ഇൻസോല്യൂബിൾ സാൾട്ട്. മഴവെള്ളം മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോൾ മണ്ണിലും പാറകളിലും അടങ്ങിയ കാൽസ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ലവണങ്ങൾ ജലത്തിൽ ലയിച്ചു ചേരുന്നത് മൂലം ജലകാഠിന്യം ഉണ്ടാകുന്നത്. കാൽസ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ലവണങ്ങൾ സോപ്പുമായി രാസപ്രവർത്തനത്തിലേർപ്പെട്ട് അലിയാത്ത ലവണങ്ങളായി മാറുന്നതിനാൽ കഠിനജലത്തിൽ സോപ്പ് എളുപ്പത്തിൽ പതയുന്നില്ല. ഓക്കെ, കഠിനജലത്തിൽ സോപ്പ് പതയില്ല, ശുദ്ധജലത്തിൽ മാത്രമേ സോപ്പ് നന്നായിട്ട് പതയുകയുള്ളൂ. അടുത്ത ഹെവി വാട്ടർ എന്ന് ഖനജലം എന്താണ്? ഡു യു നോ ദാറ്റ് ദർ ഈസ് എ ഹെവി വാട്ടർ ഇൻ അഡീഷൻ ടു ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ? മൃദുജലം, കഠിനജലം എന്നിവയല്ലാതെ ഖനജലം ഉണ്ടെന്നുള്ളത് അറിയാമോ? ഹെവി വാട്ടർ ഈസ് എ വാട്ടർ മോളിക്യൂൾസ് കണ്ടെയ്നിങ് isotope of hydrogen instead of ordinary hydrogen atoms. This is used to nuclear reactors. എന്താണ്? ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂറ്റീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് ഖനജലം എന്ന് പറയുന്നത്. ഇത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂറ്റീരിയം അടങ്ങിയിരിക്കുന്ന ജലത്തിനാണ് ഖനജലം അഥവാ ഹെവി വാട്ടർ എന്ന് പറയുന്നത്. ഇത് ഏതിലാണ് ഉപയോഗിക്കുന്നത്? ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് ഈ ഹെവി വാട്ടർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും? അടുത്ത് നോക്കൂ, വേറൊരു എക്സ്പെരിമെന്റ് ആണ്. പെർഫോം അനദർ എക്സ്പെരിമെന്റ്. മറ്റൊരു പരീക്ഷണം ചെയ്തു നോക്കൂ. ആഡ് കളേർഡ് ഇങ്ക്സ്, കളേർഡ് സാൾട്ട്, കോപ്പർ സൾഫേറ്റ്, നിക്കൽ സൾഫേറ്റ് എക്സെട്ര ടു വാട്ടർ ടേക്കൺ ഇൻ ഡിഫറെന്റ് ബീക്കേഴ്സ് ആൻഡ് മിക്സ് ദം വെൽ. വ്യത്യസ്ത ബീക്കറുകളിൽ എടുത്ത ജലത്തിലേക്ക് നിറമുള്ള ലവണങ്ങൾ ഏതൊക്കെ? കോപ്പർ സൾഫേറ്റ്, നിക്കൽ സൾഫേറ്റ് മുതലായവ ചേർത്ത് ഇളക്കി നോക്കുക. ഈ ഒരു പിക്ചറിൽ തന്നിട്ടുണ്ട്. വാട്ടർ കണ്ടെയ്നിങ് റെഡ് ഇങ്ക് മക്ഷി, പിന്നെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, നിക്കൽ സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പോൾ എന്താണ്? ഒബ്സർവ് ദ കളർ ചേഞ്ചസ് ഇൻ വാട്ടർ. വാട്ടറിന്റെ കളർ ചേഞ്ചസ് നോക്കൂ. മഷി റെഡ് ഇങ്ക് ആയപ്പോഴത്തേക്ക് അത് റെഡ് കളർ വന്നു, കോപ്പർ സൾഫേറ്റ് ആയപ്പോഴത്തേക്ക് ബ്ലൂ വന്നു, നിക്കൽ സൾഫേറ്റ് ആയപ്പോഴത്തേക്ക് അതിന് ഗ്രീൻ കളർ വന്നു. ഐഡന്റിഫൈ സൊല്യൂഷൻസ് ഇൻ വിച്ച് ആൾ ദ എബോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ ഈസ് മെയ്ഡ് യൂസ് ഓഫ്. നിറമുള്ള ഏത് പദാർത്ഥം ചേർത്താലും ചേർക്കുന്ന പദാർത്ഥത്തിന്റെ നിറം സ്വീകരിക്കാൻ ജലത്തിന് കഴിയും. അതൊരു പ്രത്യേകതയാണ്. ജലത്തിന് ഏത് സബ്സ്റ്റൻസിന്റെ നിറമാണോ ഉള്ളത് അതേ നിറം ജലത്തിന് സ്വീകരിക്കാൻ കഴിയും. Since water can dissolve various substances and is widely used for preparing solution, it is a universal solvent. അപ്പോൾ എന്താണ്? ജലം മേൽപ്പറഞ്ഞ സവിശേഷതകൾ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ്. എന്നിട്ട് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനാലും വ്യാപകമായി ലായനികൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതിനാലും ജലത്തെ ഒരു സാർവിക ലായകമെന്ന് പറയുന്നു. എന്താണ് യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് ജലത്തെ പറയാൻ കാരണം എന്താണ്? സിൻസ് വാട്ടർ ക്യാൻ ഡിസോൾവ് വേരിയസ് സബ്സ്റ്റൻസസ് ആൻഡ് ഈസ് വൈഡ്ലി യൂസ് ഫോർ പ്രിപ്പയറിംഗ് സൊല്യൂഷൻസ്. നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനാലും വ്യാപകമായി ലായനികൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതിനാലും ജലത്തെ എന്തോന്ന് പറയുന്നു? സാർവിക ലായകം എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത് നോക്കൂ, വാട്ടർ ആൻഡ് ഗ്യാസസ്. വിച്ച് ഗ്യാസ് ഡു ക്രീച്ചേഴ്സ് യൂസ് ഫോർ ബ്രീത്തിങ്? ജലവും വാതകങ്ങളും ജീവികൾ ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഫുഡ്? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കാൻ ഏത് വാതകമാണ് ഉപയോഗിക്കുന്നത്? കാർബൺ ഡയോക്സൈഡ്. ഹൗ ഡു അക്വാട്ടിക് ക്രീച്ചേഴ്സ് ആൻഡ് അക്വാട്ടിക് പ്ലാന്റ്സ് ഗെറ്റ് ദീസ് ഗ്യാസസ്? ജലജീവികൾക്ക്, ജലസസ്യങ്ങൾക്ക് ഈ വാതകങ്ങൾ എങ്ങനെ ലഭിക്കുക? That make use of gases dissolved in water. ജലത്തിൽ ലയിച്ചു ചേർന്ന വാതകങ്ങളാണ് ഇവയ്ക്ക് ലഭിക്കുന്നത്. Why is air continuously introduced into the water in an aquarium? അക്വേറിയത്തിൽ തുടർച്ചയായി വായു കടത്തിവിടുന്നത് എന്തിനാണ്? ടു സപ്ലൈ ഓക്സിജൻ. ഓക്സിജൻ കടത്തിവിടാൻ വേണ്ടി.
ഹൗ ഡസ് ദ ഫിഷ് ഇൻ ആൻ അക്വേറിയം ഗെറ്റ് ഓക്സിജൻ ടു ബ്രീത്ത്? അക്വേറിയത്തിലെ മീനുകൾ ശ്വസിക്കുന്ന ഓക്സിജൻ എവിടെ നിന്നാണ് അവയ്ക്ക് ലഭിക്കുന്നത്? എവിടെ നിന്നാണ്? ദേ ഗെറ്റ് ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ. ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ് അവയ്ക്ക് ലഭിക്കുന്നത്. ഓക്കെ. ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾഡ് ഇൻ വാട്ടർ. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും വാതകങ്ങൾ എന്തോന്നാണ്? ജലത്തിൽ ലയിച്ച് ചേർന്നിരിക്കുന്നു. Aquatic animals and plants make use of the oxygen dissolved in water. Water gets polluted as the amount of oxygen in it decreases. അപ്പോൾ ലയിച്ചു ചേർന്ന ഓക്സിജൻ ആണ് ജലജീവികൾ ഉപയോഗിക്കുന്നത്. അതിനാൽ ഇതിന്റെ അളവ് കുറയുന്നതനുസരിച്ച് ജലം മലിനീകരിക്കപ്പെടുന്നു. The waste dumps into rivers and ponds decay using the oxygen dissolved in them. പുഴകളിലും കുളങ്ങളിലും തള്ളുന്ന ജൈവ മാലിന്യങ്ങൾ അഴുകുന്നത് ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജൻ ഉപയോഗിക്കുന്നതിനാലാണ്. This depletes the amount of oxygen and results in the destruction of aquatic life. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഓക്സിജന്റെ അളവ് കുറയുന്നു. ഇത് ജലജീവികളുടെ നാശത്തിന് കാരണമാകുന്നു. അപ്പോൾ ജലത്തില് പുഴകളിലും കുളങ്ങളിലും ഒക്കെ വേസ്റ്റുകൾ കൊണ്ടിടുമ്പോഴത്തേക്ക് അതിനെ നശിപ്പിക്കുക, അത് ജലത്തിലോട്ട് ലയിച്ച് ചേരാൻ വേണ്ടി സഹായിക്കുന്ന ആരാണ്? ഓക്സിജനാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓക്സിജന്റെ അളവ് കുറയുമ്പോഴത്തേക്ക് ജലജീവികളുടെ നാശത്തിന് അത് കാരണമായി മാറുന്നു. യു ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് എനി സച്ച് പൊല്യൂഷൻ ഓഫ് വാട്ടർ ബോഡീസ് ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ പ്രദേശത്തെ ജലസ്രോതസ്സുകൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മലിനീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കാനാണ്. What are the different methods of increase the amount of dissolved oxygen in water? ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം. നോക്കൂ, വാട്ടർ പൊല്യൂഷൻ ഈസ് ആൻ ബേണിംഗ് ഇഷ്യൂ നൗഡേയ്സ്. ഇന്ന് വ്യാപകമായി അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് എന്തോന്ന്? ജലമലിനീകരണം എന്ന് പറയുന്നത്. അതൊരു സാമൂഹിക വിപത്ത് തന്നെയാണ്, അല്ലെ? ഇറ്റ്സ് ആൻ എ സോഷ്യൽ ഹസാർഡ്. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദസ്? ആരാണ് ഇതിന് ഉത്തരവാദി? മനുഷ്യന്മാർ തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ ഇല്ല. ക്യാൻ യു ലിസ്റ്റ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ദാറ്റ് കൈസ് വാട്ടർ പൊല്യൂഷൻ? ജലമലിനീകരണത്തിന് കാരണമാകുന്ന വിവിധ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? എന്തൊക്കെയാണ്? ഡംപിംഗ് ഓഫ് വേസ്റ്റ് ഇൻ വാട്ടർ റിസോഴ്സസ്, ജലസ്രോതസ്സുകളിൽ മാലിന്യങ്ങൾ കൊണ്ടിടുന്നത്. റാമ്പറ്റ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, അമിത രാസവള ഉപയോഗം. എക്സസീവ് യൂസ് ഓഫ് ഡിറ്റർജന്റുകളുടെ അമിത ഉപയോഗം. ഇൻസെക്ടിസൈഡ്സ് ഗെറ്റ് മിക്സഡ് വിത്ത് വാട്ടർ, ജലത്തിൽ അലിഞ്ഞു ചേരുന്ന കീടനാശിനികൾ. പിന്നെ എന്തൊക്കെ പറയാം? വാഷിംഗ് വെഹിക്കിൾസ് ഇൻ റിവേഴ്സിൽ കൊണ്ട് വെഹിക്കിൾസ് വാഷ് ചെയ്യുന്നത്. ബാത്തിങ് ആൻഡ് വാഷിംഗ് ഓഫ് ക്ലോത്ത്സ്, വാട്ടർ ബോഡീസ്, തുണി നനയ്ക്കുന്നതും അതൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കുളിക്കുന്നതും ഒക്കെ. ഇതൊക്കെ എന്തോന്നാണ്? വാട്ടർ പൊല്യൂഷന് കാരണമായിട്ടുണ്ട്, അല്ലേ? ഇതൊക്കെ വാട്ടർ പൊല്യൂഷന് കാരണങ്ങളാണ്. Scarcity of drinking water is one of the major issues faced by the mankind. മനുഷ്യൻ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് കുടിവെള്ള ക്ഷാമം എന്ന് പറയുന്നത്. Existing water resources are getting polluted day by day. നിലവിലുള്ള ജലസ്രോതസ്സുകൾ അനുദിനം ഓരോ ദിവസം കഴിയും തോറും അത് മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. This puts the very existence of life on എർത്ത് ഇൻ ഡേഞ്ചർ. ഇത് സർവ്വ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അപകടമായി മാറും. Isn't it the obligation of every one of us to adopt measures to prevent water pollution? What are the possible solutions? ജലമലിനീകരണം തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. എന്തൊക്കെ പ്രവർത്തനങ്ങളാവാം? മഴവെള്ള സംഭരണം ജലക്ഷാമം പരിഹരിക്കാൻ സഹായകമാണോ? അതിൽ എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്നാണ്. അപ്പം മഴവെള്ള സംഭരണം ഒരു പരിധിവരെ നമുക്ക് ജലക്ഷാമം പരിഹരിക്കാൻ കഴിയും. അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ടാങ്ക് ഫോർ കളക്ടിങ് വാട്ടർ ഫ്രം റൂഫ്, മഴവെള്ള സംഭരണി നിർമ്മിക്കുക. റെയിൻ ബെഡ്സ് ഇൻ ദ കോമ്പൗണ്ട്സ്, മഴക്കുഴികൾ നിർമ്മിക്കുക. മേക്ക് സ്റ്റോൺ വാൾസ് ഇൻ ദ കോമ്പൗണ്ട്സ്, കൽമതിലുകൾ
പോൺസ് ആൻഡ് കുളങ്ങളും കാവുകളും സംരക്ഷിക്കുക. അവോയ്ഡ് കോൺക്രീറ്റ് യാർഡ് സറൗണ്ടഡ് ബൈ ദ ഹൗസും, മുറ്റം കോൺക്രീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഇതൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് മഴവെള്ളത്തെ സംരക്ഷിച്ച് നിർത്താൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. ഇത് കംപ്ലീറ്റ് ആവുകയാണ്. ഇതിൻ്റെ ലെറ്റേഴ്സും ക്വസ്റ്റ്യൻസും ആയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.